ആരെക്കുറിച്ച് പറഞ്ഞാലാണോ മടുപ്പുണ്ടാകാത്തത് അവർക്ക് സലാം. എത്ര റമദാനുകൾ വരട്ടെ, എത്ര സദസ്സുകൾ ഉണ്ടാകട്ടെ, ആരൊക്കെ തടിച്ചുകൂടട്ടെ, ഖിയാമത്ത് നാൾ വരെ ഉറവയറ്റാത്ത ഒരു വിഷയം ആകാശത്തിന് താഴെയുണ്ടെങ്കിൽ പ്രസംഗിക്കുന്നവർക്ക് എന്നെന്നും പ്രസംഗിക്കാൻ, പറയുന്നവർക്ക് എന്നെന്നും പറയാൻ, കേൾക്കുന്നവർക്ക് കേട്ടാലും മതി വരാതെ കേൾക്കാൻ, മടുപ്പ് വരാതെ കേൾക്കാൻ ആകാശത്തിന്റെ താഴെ ഒരു വിഷയമേ ഉള്ളൂ, മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദു. അതിന് മാത്രം മടുപ്പില്ല. സിദ്ദീഖിന്റെ, ഫാറൂഖിന്റെ, ഉസ്മാന്റെ നായകനെ കുറിച്ച് പറയുമ്പോൾ മാത്രം മടുപ്പില്ല. അതുകൊണ്ട് ആരെക്കുറിച്ച് പറയുന്നത് മടുപ്പില്ലാതെ കേൾക്കാൻ കഴിയുമോ അവരുടെ മേൽ സലാം. ദുറൂദ് സഫർ കെ ബഹാറെ ഗുൽഷനെ ആലം ജിസേ കഹിയേ. ലോകത്തിന്റെ പൂന്തോട്ടം എന്ന് ആരെക്കുറിച്ചാണ് പറയേണ്ടത് ആ പൂന്തോട്ടത്തിനും സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ദുറൂദ് സഫർ ഉസ്ദാത്തിൽ ഫഖ്റ ബനി ആദം ജിസേ കഹിയേ. ആരാണോ മനുഷ്യ മക്കളുടെ അഭിമാനം എന്ന് പറയേണ്ടത് അവരുടെ മേലും സലാം. സലാം ഉസ് ഫർഖ് ജിസ്നെ ബേഖുസോं की दस्तगीरी की. सलाम उस फर्ने जिसने बादशाही में फकीरी की. ആരാണോ പാവപ്പെട്ടവന്റെ കൈ പിടിച്ചുയർത്തിയത്, ആരാണോ ഈ സാധുക്കൾക്കിടയിൽ രാജാവായപ്പോഴും ഫക്കീറായത് അവരുടെ മേൽ സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഒറ്റൊന്നും നഷ്ടപ്പെടാതെ അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. എന്റെ മേൽ ഒരു വട്ടം ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന്റെ മേൽ 10 വട്ടം സ്വലാത്ത് ചൊല്ലും. സ്വല്ലല്ലാഹു അലൈഹി അശറ. അല്ലാഹു അവന്റെ മേൽ 10 വട്ടം സ്വലാത്ത് ചൊല്ലും. ആരാണോ എനിക്ക് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയത് അവർക്കാണ് നാളെ എന്റെ ശഫാഅത്തിന് ഏറ്റവും കൂടുതൽ യോഗ്യത. ഞാൻ അവർക്ക് വേണ്ടി ഏറ്റവും പെട്ടെന്ന് ശഫാഅത്ത് ചെയ്യും. എന്റെ പേര് കേട്ടിട്ട് മിണ്ടാതെ ഇരിക്കുന്നവൻ പിശുക്കനാണ്. സ്വലാത്ത് ചൊല്ലാൻ ചുണ്ടനങ്ങാത്തവൻ പിശുക്കനാണ്. എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ ഇരിക്കുന്നവന്റെ നേരെ അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കാതിരിക്കട്ടെ. ഇന്ന് ജിബ്രീൽ ദുആ ചെയ്തപ്പോൾ ഞാൻ ആമീൻ ചൊല്ലിയിട്ടുണ്ട്. എന്റെ പേരിൽ ആരെങ്കിലും നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ സമയത്ത് തന്നെ ഞാനത് കേൾക്കും. സഹാബികൾ ചോദിച്ചു, എങ്ങനെയാണ് കേൾക്കുക? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഭൂമിയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ചൊല്ലുന്ന ഓരോ സ്വലാത്തും എന്റെ ഖബറിൽ എനിക്ക് എത്തിച്ചു തരാൻ അല്ലാഹു മലക്കിനെ നിയമിച്ചു കൊടുത്തിരിക്കുകയാണ്. സർഹിന്ദ് നഗറിലെ മൗലാന അബ്ദുൽ ഹമീദ് മൗലവി നഗറിലെ ഈ റമദാൻ പ്രഭാഷണത്തിൽ എത്ര മലക്കുകൾ കാവൽ നിൽക്കണം സലാത്ത് എത്തിച്ചു കൊടുക്കാൻ. മദീനയുടെ റൗദയിലേക്ക് ഇന്ന് സലാത്തിന്റെ പ്രവാഹമല്ലയോ ഇത് എത്തിച്ചു കൊടുക്കാൻ മലായികത്ത് ക്യൂ നിൽക്കണം. നിങ്ങൾ ഒരാൾ എനിക്ക് വേണ്ടി ഒരു വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ ആ ഒരു വട്ടത്തെ സ്വലാത്ത് എന്റെ ഖബറിലേക്ക് എത്തിച്ചു തരാൻ ഒരു മലക്കിനെ അല്ലാഹു നിയോഗിച്ചിരിക്കുന്നു. ഒരു മലക്ക് ഉടൻ തന്നെ എന്റെ അടുത്ത് വരും, ആ സ്വലാത്ത് എനിക്ക് എത്തിച്ചു തരും. ഇന്നയാളാണ് സ്വലാത്ത് ചൊല്ലിയതെന്ന് എന്നെ അറിയിക്കുമെന്ന്. മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദു മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ. ലോകത്തിന്റെ കടാവളക്ക് സ്വപ്നം കാണുന്നവർക്ക് ഏറ്റവും നല്ല സ്വപ്നം. ഗാനമായി തഴുകി വന്ന നബി, രാഗമായി ഒഴുകി വന്ന നബി, സ്വപ്നമായി മിന്നിമറിഞ്ഞ നബി, മിന്നൽ പടർ പോലെ ജ്വലിച്ചു പോയ നബി, മഴവില്ല് പോലെ വിവിധ വർണ്ണങ്ങൾ കാട്ടിയ നബി, മാരുതനെ പോലെ തലോടിയ നബി, നിലാവിനെ പോലെ കുളിര് നൽകിയ നബി, ഭൂമിയെ പോലെ ക്ഷമിച്ച നബി, ആകാശത്തെ പോലെ പരന്നു നിന്ന നബി, തണൽ മരം പോലെ തണൽ നൽകിയ നബി, മുല്ലപ്പൂ പോലെ സുഗന്ധം തന്ന നബി, സുഗന്ധമായി വന്ന് സുഗന്ധമായി ലോകത്തോട് വിട പറഞ്ഞു.